പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാമേൻ. നല്ല പ്രഭാതത്തെ ഓർത്ത് നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം ഓരോ ദിവസവും ദൈവം നൽകിക്കൊണ്ടിരിക്കുക. ഓരോ ദിവസത്തെയും പ്രത്യേക കൃപയും അനുഗ്രഹവും ഒക്കെ നമുക്ക് നൽകുമ്പോൾ മനസ്സിലാക്കിക്കൊള്ളുക, ഓരോ ദിവസവും നമ്മുടെ ആയുസ് തീർന്നുകൊണ്ടിരിക്കുന്നു. അപ്പം ഈ തീരുന്ന ആയുസ്സിൽ നിന്നുകൊണ്ട് തീരാത്ത ഒരായുസ്സിലേക്കുള്ള വളർച്ചയാണ് ഒരാത്മീയ ജീവിതം. കുറേ നാളായി ജനിച്ച ഭൂമിയിൽ വളർന്ന് ദൈവത്തെ അറിഞ്ഞ് ദൈവസ്നേഹം മനസ്സിലാക്കി സഹോദരങ്ങളോടും മാതാപിതാക്കളോടും സഭയോടും ചേർന്ന് ജീവിച്ച ആയുസിൻ്റെ പൂർണ്ണതയിൽ ദൈവസന്നിധിയിലെത്തുക. അതിന് പരിശുദ്ധ സഭയിലൂടെ കൂദാശകളിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ നയിച്ചു കൊണ്ടിരിക്കുന്നു. അതിന് പുരോഹിതരും പുരോഹിത ശ്രേഷ്ഠരും ഒക്കെ നമ്മളെ സഹായിക്കുന്നു. അങ്ങനെയായിരുന്നു നമ്മൾ പലപ്പോഴും ധരിച്ചിരുന്നത്. ഇന്ന് പലപ്പോഴും ഈ പുരോഹിത ശ്രേഷ്ഠന്മാരും പുരോഹിതന്മാരും ഒക്കെ ഭൗതികമായ എന്തോ ഒരു മുതലാളിത്തം കൈയാളുന്നത് പോലെയുള്ളൊരു ജീവിതമാണ് ഇന്ന് കാണിക്കുന്നത്. ഭീകരമായ സങ്കടത്തിന് നടുവിലിരുന്നു കൊണ്ടായി സംസാരിക്കുന്നത്. വിദേശ രാജ്യങ്ങളിൽ ഒരുപാട് ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെടുന്നു, വധിക്കപ്പെടുന്നു. ഇതൊന്നും നമ്മുടെ നാട്ടിലെ ഒരു പിതാക്കന്മാർക്കും വിഷയമല്ല. ഇവിടെയുള്ള സ്ഥാപനങ്ങളും അതും ഇതും കോളേജും സ്കൂളും അതുപോലെ വലിയ വലിയ സ്ഥാപനങ്ങളുമൊക്കെ മാത്രമാണ് അവരുടെ സബ്ജക്റ്റ്. വിദേശത്ത് നിന്ന് വരുന്ന പണത്തെപ്പറ്റി കണക്ക് കാണിക്കണം, നീതിയോടെ പോകണമെന്ന് സർക്കാർ പറയുമ്പോൾ അതിൽ പോരായ്മകളൊക്കെ കാണും, സംശയമൊന്നും വേണ്ട. ഇന്നോളം വന്ന കാശ് ഒന്ന് കണക്കെടുത്ത് നോക്കിക്കേ. ഇതാർക്കാണ് നിങ്ങൾ കൊടുത്തത്? നിങ്ങൾ എന്താണ് ചെയ്തത്? കുറെ കെട്ടിടങ്ങളൊക്കെ പണിത് കൂട്ടി. കുറെ സ്ഥാപനങ്ങളൊക്കെ സ്ഥാപനവൽക്കരിച്ചു സഭയെ. ഇന്ന് പഠിക്കാൻ പിള്ളേരില്ല. പഠിപ്പിക്കാൻ കാശുള്ളവർക്കല്ലാതെ നിങ്ങളൊരു ചാൻസ് കൊടുക്കില്ല സ്കൂളുകളിൽ, കോളേജുകളിൽ. ഇങ്ങനെയൊക്കെ പോയി ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് പുതിയ നിയമവുമായിട്ട് വരുമ്പോൾ എന്തിനാണോ ഈ ബഹളം വെക്കുന്നത്? ഞങ്ങൾക്കാർക്ക് ഈ സഭയുടെ മുതലൊന്നും വേണ്ട. ഇതിന് മേലെ ചടഞ്ഞുകൂടിയിരുന്ന വലിയ അധികാരം നടത്തുന്ന ഭരണം നടത്തുന്ന നിങ്ങൾ എത്ര കൊടിയ തിന്മയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് തിരിച്ചറിയുമോ? മിഷൻ ആശുപത്രികൾ ഒത്തിരി ഉണ്ട്, നല്ല കാര്യം. മറ്റുള്ള ആശുപത്രികളോളം കാശ് വാങ്ങിക്കുന്നില്ല, അതും നല്ല കാര്യം. ഇത്രയും ചെറിയ നന്മയ്ക്ക് വേണ്ടിയാണോ ഈ സഭ ഇങ്ങനെ വളർന്നു വന്നത്? ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊടുത്തു. സഭ ഗവൺമെൻറ്, കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞു മക്കളെ കുറയ്ക്കണമെന്ന്. അന്ന് മക്കളെ കുറച്ചത് ക്രിസ്ത്യാനികൾ മാത്രമാണ്. അതുകൊണ്ട് ഇല്ലാതെ വരുന്ന സമൂഹമായി ക്രിസ്ത്യാനി മാറുമെന്ന് അതിനെപ്പറ്റി ഒരു സങ്കടവും ഇല്ല. അതൊന്നുമല്ല, കാശ് കിട്ടുന്നതിൻ്റെ വിഷമം. കാശ് ഞങ്ങളിവിടെ ചാരിറ്റി ചെയ്യുന്നുണ്ട്. നിങ്ങൾ ചാരിറ്റി ചെയ്യുന്നതിൻ്റെ എത്രയധികമായി പണമാണ് ഇവിടെ വരുന്നത്. വലിയ വലിയ സ്ഥലങ്ങളും വലിയ വലിയ കെട്ടിടങ്ങളും വലിയ വലിയ ഓഡിറ്റോറിയങ്ങളും ഒക്കെ പണിതിട്ട് വാടക വാങ്ങിച്ച് കിൻഡൽ കണക്കിന് കാശ് കൂട്ടുന്നു. എന്തിനു വേണ്ടി? ആർക്ക് വേണ്ടി? സമൂഹമില്ലാതാകുന്നു, മക്കളില്ലാതായി കുടുംബം, ദേശവും സഭയും നശിക്കുന്നു. ഇതൊന്നും നിങ്ങൾക്ക് സങ്കടമുള്ള കാര്യമല്ല. സഭ പീഡിപ്പിക്കപ്പെടുന്നു. ഇനിയും പുതിയ ഭരണം വരുമ്പോൾ അവിടെ ഉണ്ടാകുന്ന പീഡനങ്ങൾ എത്ര ഭയങ്കരമാണെന്നുള്ളത് അനുഭവത്തിലൂടെ തിരിച്ചറിയാം. നിങ്ങളാരും മനുഷ്യരോടൊന്നും പറയത്തില്ല, അധികാരികളോട് നിങ്ങൾ സംസാരിക്കത്തില്ല. കാശിൻ്റെ കാര്യത്തിൽ പിടിവീണാൽ, കോളേജിൻ്റെയും സ്കൂളിൻ്റെയും കാര്യത്തിൽ പിടിവീണാൽ നിങ്ങൾ ഇറങ്ങി പുറപ്പെടും. ആത്മനാശത്തിൻ്റെ അടയാളങ്ങൾ കണ്ടിട്ട് മിണ്ടാതിരിക്കുന്ന പ്രിയപ്പെട്ട പിതാക്കന്മാരെ, ആരാധനകളുടെ ആരാധനയായ പരിശുദ്ധ കുർബാനയെ നിഷേധിക്കുകയും അവഹേളിക്കുകയും ചെയ്തിട്ട് നിങ്ങൾക്കൊരു ചങ്ക് കഴപ്പുമില്ല. ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കിയെല്ലാം പിന്നാലെ തരാമെന്ന് പറഞ്ഞ കർത്താവിൻ്റെ വാക്കുകൾ അത് മറന്നിട്ട് നിങ്ങൾക്ക് വേണ്ടതെല്ലാം തരാമെന്ന് പറഞ്ഞാൽ തരാവുന്ന ഭൗതിക വസ്തുക്കളുടെ പിന്നാലെ പരക്കം പായുന്ന നിങ്ങളുടെ ആത്മാവ് നഷ്ടപ്പെട്ട, ആത്മീയത നഷ്ടപ്പെട്ട ഈ ജീവിതം ഞങ്ങൾക്ക് മുൻപിൽ നിങ്ങളുടെ എതിർ സാക്ഷ്യമാണ്. പാമ്പ്ളാനി പിതാവിനെ പോലെയുള്ള കൊടിയ തിന്മ പ്രവർത്തിക്കുന്ന പിതാക്കന്മാരെ നിങ്ങൾ കയറൂരി വിട്ടിട്ട് നിങ്ങളൊക്കെ വലിയ ആശാന്മാരായിട്ട് നടക്കുക. അത്രയും വലിയ കൊള്ളരുതാഴി കാണിച്ചിട്ട് നിങ്ങളുടെ വായിൽ നാക്കില്ല എന്ന് തോന്നുന്നത് താന്നുപോയോ? കേന്ദ്ര സർക്കാരിനെതിരെ സംസാരിക്കുന്ന നിങ്ങൾ എന്തുകൊണ്ട് പരിശുദ്ധ കുർബാനയ്ക്കെതിരെ തിന്മ പ്രവർത്തിച്ചിട്ട് മിണ്ടാതിരിക്കുന്നു?
ദൈവജനം തെരുവിൽ കരയുന്നു. ഇത് കാണാൻ കണ്ണീരില്ല നിങ്ങൾക്ക്. ഈ കൊടിയ തിന്മയിൽ നിന്ന് പുറത്തു വരിക. ഭയങ്കരമായ നോയമ്പുകാല പ്രസംഗങ്ങളൊക്കെ നടത്തുന്ന പിതാക്കന്മാരോ എന്തൊരു വാചാലതയാ. ജീവിതത്തിൽ ഇല്ലാത്ത നന്മകളെ പറ്റി പ്രസംഗിക്കാൻ നിങ്ങൾക്ക് എന്താ അവകാശം? ബലിയായി തീരുന്ന പാവപ്പെട്ട വിശ്വാസി, പിടിച്ചു കെട്ടിയിട്ട് ബലി അർപ്പിക്കുന്നവനെ പോലെ ദൈവജനത്തെ ബലി അർപ്പിക്കുക. നീയൊക്കെ സഹിക്കാനാവാത്ത സങ്കടം കൊണ്ട് പറയുക, കൊടിയ തിന്മ കണ്ട് മടുത്തിട്ട് പറയുക. തിന്മ കണ്ടിട്ട് മിണ്ടാതിരിക്കുന്നത് പാപമാണെന്ന തിരിച്ചറിവ് നിങ്ങൾക്കില്ല. ഞങ്ങൾക്ക് ആ ബോധമുള്ളത് കൊണ്ട് ഞങ്ങൾ സംസാരിക്കുന്നു. ഇനിയും കൂടുതൽ വർത്തമാനം പറയുന്നില്ല. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പരിശുദ്ധ കുർബാനയെ അവഹേളിച്ച പ്രശ്നത്തിൽ ഒരു വാക്ക് പോലും പറയാൻ കഴിയാത്ത നാണം കെട്ട പിതാക്കന്മാരാണ് നിങ്ങൾ. ഇതിനപ്പുറത്ത് പറയണമെന്നാ അങ്ങ് പെട്ടുപോവുക. എന്താ ചെയ്യുക? ഏതായാലും ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കും എന്നുള്ള കാര്യത്തിന് ഉറപ്പാണ്. മരണം വരെ വിശ്വാസത്തോടെ, വിശുദ്ധിയോടെ, വിശ്വസ്തയോടെ അറിയാവുന്ന തരത്തിൽ ജീവിച്ച തമ്പുരാന്റെ മുൻപിൽ ഞങ്ങളുടെ ആയുസ്സിനെ കൊടുക്കും. നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവേകവും ബോധവും വരട്ടെ. കണ്ണുനീരോടെ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.